ഭൂമിഗീതത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നാം ഇന്ന് കിനാവിലാണ്. പാലക്കാട് ജില്ലയിലെ തേനൂരിൽ ശ്രീമാൻ TR അജയനും ഭാര്യ ഭാഗ്യലക്ഷ്മിയും താമസിക്കുന്ന വീടാണ് കിനാവ്. ഈ ഫാം ഹൗസിന് ചുറ്റുമായിട്ട് നല്ലൊരു കൃഷിത്തോട്ടവും ഒരു ആയുർവേദ വച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയേഴ്സായിട്ടിരുന്ന് ജോലി നോക്കി വിരമിച്ച ശ്രീമാൻ TR അജയൻ്റെയും ഭാര്യ ഭാഗ്യലക്ഷ്മിയുടെയും വീടാണ് ഈ കിനാവ്. ശ്രീ TR അജയൻ ഇപ്പോൾ കൈരളി TVയുടെ ഡയറക്ടർ കൂടിയാണ്. ശ്രീ TR അജയൻ പാലക്കാടിന്റെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന കലാപ്രേമി. ഒരു കലാസ്നേഹി എന്നതിലുപരി നാടിന്റെ സാമൂഹികവും കാർഷികവുമായ പുരോഗതിയും ഇദ്ദേഹം സ്വപ്നം കാണുന്നു. ഭാര്യ ശ്രീമതി ഭാഗ്യലക്ഷ്മിയുടെ പൂർണ്ണ പിന്തുണയാണ് തന്റെ ശക്തിയെന്ന് ശ്രീ TR അജയൻ സാക്ഷ്യപ്പെടുത്തുന്നു. കാർഷിക പാരമ്പര്യം കൈമുതലായുള്ള ഈ ദമ്പതികളുടെ വിജയകരമായ ജൈവ കൃഷിത്തോട്ടമാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഹലോ, നമസ്കാരമുണ്ട്. അതെ സാറേ, നിങ്ങളെല്ലാവരും കുടുംബത്തോടെ വലിയ കർഷകരാണെന്ന് തോന്നുന്നു. സാറിന്റെ സിസ്റ്ററിൽ എത്ര അവാർഡാണ് ഇപ്പൊ കൃഷി രംഗത്ത് കിട്ടിയിരിക്കുന്നത്? ദേശാഭിമാനി മുഴുവനും അവർക്ക് കിട്ടിയ അവാർഡുകളുടെ ചരിത്രമായിരുന്നു. അപ്പൊ സാറിന്റെ വീട്ടിൽ വന്നപ്പോ അതിലും വലിയ കൃഷി. വളരെ ലളിതമായ ചില മാഡം ഡെപ്യൂട്ടി CA ആയിരുന്നില്ലേ? PWD റിട്ടയർ ചെയ്തില്ലേ? ഇതിപ്പോ അങ്ങനെ വന്ന കാര്യമൊന്നല്ലേ. അല്ല, അതല്ല ഞാൻ ചോദിച്ചത്. അതിനിടയ്ക്ക് ഇതിനൊക്കെ സമയം കിട്ടുന്നുണ്ടല്ലോ എന്ന് വെച്ചിട്ടാ. ഞാൻ അറിയാലോ, പഴയ ഒരു നാട്ടിൻപുറത്തുകാരനാണ്. അപ്പൊ ഒരു 30 വർഷക്കാലം ഈ ഇരുമ്പിലും കമ്പിയിലും സിമെന്റിലും ഒക്കെ പെട്ടിട്ട് എനിക്ക് നഷ്ടപ്പെട്ടു പോയ എന്റെ ചില കൗമാര സ്വപ്നങ്ങൾ, വയലും കുളവും ഒക്കെ ആയിട്ട് അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം നിലയിൽ മക്കളോട് ഒരു കാര്യം പറഞ്ഞതാണ്. അവരത് എടുത്ത് യാഥാർത്ഥ്യമാക്കി തന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന് നിശ്ചിതമായിട്ട് നമ്മൾ ജീവിക്കാനുള്ള ശ്രമം നടത്തുന്നു. അപ്പൊ കുറച്ച് പച്ചക്കറി കൃഷി, തോട്ടം, കുളം, അങ്ങനെ എളിയ തോതിലുള്ള മറ്റു തിരക്കുകൾക്കിടയിൽ നമ്മൾ ഇത് ചെയ്യുന്നു. പക്ഷെ അവളാണെങ്കിപ്പോ ഇവിടെ ഇരിക്കണല്ലോ. അപ്പൊ അതൊരു നല്ല എൻഗേജ്മെന്റ്. ഞാനല്ല, ഇങ്ങോട്ട് മാറിയിട്ടില്ലേ? ഇത് ഫാം ഹൗസ് ആയിട്ട് പണിതാണ്. ഫാം ഹൗസ് ആയിട്ട് പണിതാണ്. അപ്പൊ ഇവിടുത്തെ അന്തരീക്ഷം കണ്ടപ്പോ പിന്നെ താമസം ഇങ്ങോട്ട്. അതെ, വളരെ ഒരു പ്ലസന്റ് അന്തരീക്ഷം അല്ലേ? അല്ല, പഴയ വീട്ടിൽ ഞാൻ പലപ്പോഴും വന്നിട്ടുള്ളതാണ്. അതെ, അവിടെ പിന്നെ നഗരത്തിന്റെ തിരക്കാണ്. ഇവിടെ നല്ല ഒരു സൈലന്റ് പ്ലേസ്, ഓക്സിജൻ റിച്ച് ഒക്കെ ആയിട്ടുള്ളൊരു പ്ലേസ്. പിന്നെ നാട്ടിൻപുറത്തിന്റെ നന്മകളും. പിന്നെ അജയൻ സാറ് കലാകാരനാണല്ലോ, അപ്പൊ അതിന്റെ ആ വിരുദൊക്കെ ഇവിടെ കാണുന്നുണ്ട്, എല്ലാത്തിലും കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള നമ്മുടെ അജയൻ സാറിന്റെ വീട്ടില് കൃഷിയൊന്ന് കാണാനും നാട്ടുകാരെ കാണിക്കാനുമായിട്ടാണ് ഞങ്ങൾ വന്നത്. അജയ് സാറിന് ഭയങ്കര പടിയായിരുന്നു കേട്ടോ. അതുകൊണ്ടല്ല അസോസിയേറ്റ് ചെയ്തൊരു സ്ഥാപനത്തിന്റെ ഞാൻ വരുന്നത് ശരിയല്ല എന്നുള്ള പക്ഷക്കാരൻ. അങ്ങനെയൊന്നുമില്ല. അതൊന്നുമല്ല. അത് നമ്മുടെ സ്ഥാപനത്തിലും ഇതിനൊക്കെ കൽപ്പുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത് എല്ലാവരും ബോധ്യപ്പെടുന്നത് നല്ലതല്ലേ? പ്രകൃതി ഇവരോടും ഇവരുടെ വീടിനോടും ചേർന്ന് നിൽക്കണം എന്നുള്ള കിനാവ് സഫലീകരിക്കാനാണ് കിനാവ് എന്നുള്ള വീട് കൊണ്ട് ഇവരുദ്ദേശിച്ചിട്ടുള്ളത്. ആ രീതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്.
സാർ ഇത് ഇവിടെ ഈ വെള്ളം വീഴുന്നിടത്ത് ഈ മാല പോലെ ഇട്ടിരിക്കുന്ന അതിൽ കപ്പുകളും ഒക്കെ കാണുന്നുണ്ടല്ലോ, എങ്ങനെയാണ് അതിന്റെ ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ്? ഇതൊരു ജപ്പാനീസ് ടെക്നോളജിയാണ്. റെയിൻ ചെയിൻസ് എന്ന് പറയും. റെയിൻ ചെയിൻസ്. എന്നുവെച്ചാൽ ഈ മഴ പെയ്യുന്ന വെള്ളം മുഴുവൻ ഇങ്ങനെ കളക്ട് ചെയ്ത് വരികയാണ്. അത് ശരി. കളക്ട് ചെയ്തിട്ട് വന്നിട്ട് ആ വെള്ളം മുഴുവൻ ഇതിന്റെ അകത്തു കൂടെയാണ് വരും. അപ്പൊ ശരിക്കും ഒരു ചങ്ങല പോലെ ഇങ്ങനെ ആ വെള്ളം ഇങ്ങനെ വളരെ മനോഹരമായിട്ട് ഇങ്ങനെ വീഴും മഴ പെയ്യും. അപ്പൊ ഇതിന്റെ അകത്ത് ചില മ്യൂസിക് ഉണ്ട്, നമ്മള് ബെൽസ് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ മഴ പെയ്യുമ്പോൾ വാസ്തവത്തിൽ വലിയൊരു മ്യൂസിക്കൽ ഒരു സാധനം ഇവിടെ നല്ല ഈ ഇതിങ്ങനെ വന്ന് അപ്പൊ നിറച്ചിങ്ങനെ ഒരു ഇതുപോലെ ഇങ്ങനെ ഒരു ഇതിങ്ങനെ കാണും. ആ വെള്ളം നമ്മൾ ഇവിടെ നിറയുമ്പോൾ ആ വെള്ളമാണ് അവിടെ താമരക്കുളത്തിലേക്ക് ഇവിടുന്ന് പോകുന്നത്. ആ താമരക്കുളം നിറയുമ്പോൾ ഈ വെള്ളം പാടത്തേക്ക് പോകും. അങ്ങനെ പൈപ്പ് ഇട്ട് കൊടുത്ത് ഇത് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നാച്ചുറൽ റെയിൻ ഇവിടെ നടക്കും ശരിക്കും. ഈ ഭാഗത്ത് കൂടെ ഉള്ളത് നേരെ വീഴും, ബാക്കി സ്ലോപ്പിൽ കൂടെ വരുന്നത് മുഴുവൻ ഈ 4 മൂലയ്ക്ക് കൂടി എങ്ങനെ വന്നൊരു മ്യൂസിക്കൽ. ഇതില് മണികളൊക്കെ തൂക്കിയിട്ടുണ്ട് അല്ലേ? നല്ല മ്യൂസിക്കൽ ഒരു അറ്റ്മോസ്ഫിയർ വരും. നല്ല മഴയുടെ സംഗീതം ആസ്വദിക്കാം. അത് കൊള്ളാം. ഒരു മഴക്കാലത്തൊന്ന് വരണം എന്നൊരാഗ്രഹം ശരിക്ക്. ഈ ചെയിനൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഈ ബെല്ലും പാത്രങ്ങളും ഒക്കെ ഉള്ളത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിപ്പോ ഇന്ത്യയില് നമുക്ക് ഏതാണ് സ്ഥലം? മുറാദാബാദിലാണ് കുറെ ഫാക്ടറീസ്. നമ്മൾ ഓൺലൈൻ ചെയ്തതാ. ഓൺലൈൻ ചെയ്തതാ. അപ്പൊ ഞാനൊന്ന് പോവും. എന്തിനാ സാർ ഇപ്പൊ തിരക്കിട്ട് പോണേ? അല്ല, അങ്ങനെയല്ല. ഈ നമുക്ക് ജാതിയില്ല എന്നുള്ള ശ്രീനാരായണ ഗുരുവിന്റെ സെന്റിനറി അതിന്റെ വിളംബരത്തിന്റെ സെന്ററി നടക്കാറുള്ളൂ. അതോടനുബന്ധിച്ച് കുട്ടികൾക്കായിട്ട് ഒരു ക്വിസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഇപ്പോ 10 മണിക്ക് നടക്കാം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വൈഫാണ്. അതുകൊണ്ട് വൈഫ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞത്. പച്ചമുളകല്ലേ? അതെ അതെ, ഇതൊരു പ്രത്യേക ഇനമാണെന്ന് തോന്നുന്നു. അതെ അതെ അതെ, ഇത് കൃഷി ഓഫീസർ തന്നതായിരുന്നു. നല്ല എരിവൊക്കെ ഉള്ള മുളകാണ്. നല്ല എരിവുണ്ട്. നല്ല എരിവുണ്ട്. ഇത് പക്ഷെ തെക്കൻ ഏരിയയിൽ അധികം കണ്ടിട്ടില്ല. ഇല്ല അല്ലേ? ഇവിടെ പാലക്കാട് നിറയുണ്ട്. ഭയങ്കര കോസ്റ്റ്ലിയാണ്. 200 രൂപ കിലോ. ഗ്രോ ബാഗിലാണല്ലേ? ഗ്രോ ബാഗിലാണ്. ഇത് നമ്മള് കൃഷി ഭവനിൽ തന്നെ എടുത്തതാണ്. ഇതൊക്കെ ആ ഇനം തന്നെയാണോ? ഇതൊക്കെ ഒരേ ടൈപ്പാണ്. പിന്നെ ഇത് വേറെ ടൈപ്പ്. ഇത് കണ്ടോ? നീളമുള്ള. അതെ അതെ അതെ, അതെ നീളമുള്ള. തെക്കോട്ടൊക്കെ ഉണ്ട്. അത് സാധാരണ പച്ചമുളക്. സൈഡില് പാവലും ഇതും. പാവല് നിറയെ ഉണ്ടായി. എല്ലാം പ്രിസർവ് ചെയ്ത് കൊണ്ടാട്ടമൊക്കെ ആക്കിയിട്ട്. അവിടെ ഉണ്ട്. ഇവിടെ നല്ല വലിയ പാവയ്ക്കാണിത്. അപ്പൊ ഞാൻ അതെ അതെ അതെ, അത്രയാവും. നിറയെ ഉണ്ട് ഇതില്. പിന്നെ ഇതുണ്ട്, പടവലങ്ങയുണ്ട്. പടവലങ്ങ 2 വെറൈറ്റി ഉണ്ട്. ഒരെണ്ണം ചെറുത്, പിന്നെ ഒരെണ്ണം ഭയങ്കര നീളം. അതവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് പയറുണ്ടല്ലേ, നല്ല നീളം. ഷെൽട്ടർ. വളം എല്ലാം ജൈവവളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
അത് ഇതിന്റെ ഓരോന്നിന്റെ കടക്കിലിട്ട് കൊടുക്കും, ഈ ഡ്രിപ്പിൽ കലക്കി വിടുക. ഇല്ല, കലക്കിലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കടക്കിലിട്ട് കൊടുക്കുക. അജയൻ സാറും മാഡം ഒക്കെ നല്ല തിരക്കുള്ള ആളാണ്. അജയൻ സാറിന്റെ തിരക്കുകളെ പറ്റി എനിക്ക് നല്ലതുപോലെ അറിയാം. എനിക്ക് തിരക്കൊന്നുമില്ല. റിട്ടയർ ചെയ്തതിനു ശേഷം അപ്പൊ ഞാൻ ഹൗസ് വൈഫായിട്ട്. കുട്ടികളെ ഇല്ല, ആരും ഇല്ല. മോള് ബാംഗ്ലൂരാണ്, മോൻ ദുബായിലാണ്. അപ്പൊ അവര് ഫാമിലി ആയിട്ട് അവിടെയാണ്. അപ്പൊ മാഡം ഈ പച്ചക്കറി തന്നെ തിരഞ്ഞെടുത്തതിൽ എന്തെങ്കിലും കാരണമുണ്ടോ? അതെന്താ വെച്ചാൽ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ. പിന്നെ ഇപ്പൊ കംപ്ലീറ്റ് നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറികൾ കംപ്ലീറ്റ്. അപ്പൊ ഇവിടെ ഇപ്പൊ എനിക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും എക്സെപ്റ്റ് ഓണിയൻ, അതും പൊട്ടറ്റോ മാത്രമേ വാങ്ങണ്ടോ. ബാക്കിയെല്ലാം ഉണ്ട്. ഉണ്ടാവൂല. അതെനിക്ക് വിത്ത് എനിക്ക് വിത്ത് കിട്ടിയിട്ടില്ല. മാഡോ സാറും സിറ്റിയിലായിരുന്നല്ലോ താമസിച്ചിരുന്നത്. അവിടെ നിന്ന് ഈ ഗ്രാമപ്രദേശത്തേക്ക് താമസം മാറാനുണ്ടായ പ്രേരണ എന്താണ്? പ്രേരണകരമായത് പറഞ്ഞാൽ അവിടെ നമ്മൾ ആ വീട്ടിൽ നമുക്ക് 20 സെന്റ് സ്ഥലമേ ഉള്ളൂ. അപ്പൊ അവിടെ ഒന്നും കാര്യമായിട്ട് പച്ചക്കറിയൊന്നും നമുക്ക് ഉണ്ടാക്കാനൊന്നും പറ്റില്ല. പിന്നെ ഞാൻ അവിടെയും നമുക്ക് പ്ലാവ്, മാവ്, പുളി, അങ്ങനെ വെക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആവശ്യം അങ്ങനത്തെ കിട്ടുമായിരുന്നു. പക്ഷെ വാഴ, അതുപോലെ ഈ പച്ചക്കറി ഒന്നും വെക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു. ടെറസിൽ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, പക്ഷെ അതെനിക്ക് അങ്ങനെ അത്ര നന്നായി പോയില്ല. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇത്രയും സ്ഥലം കണ്ടപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര ചെയ്യാം. അല്ല, റിട്ടയർ ചെയ്തതിനു ശേഷം പിന്നെ ഇതാണ് നമ്മൾക്ക് പച്ചക്കറി, ഈ വിഷമുക്തമായിട്ടുള്ള പച്ചക്കറി ഉപയോഗിക്കാലോ എന്നുള്ള. അതെ, അതാണ്. പിന്നെ ഞാൻ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണല്ലോ, അപ്പൊ പിന്നെ അതിൽ എൻഗേജ്ഡ് ആവാന്ന് വിചാരിച്ചു. മാഡം ഇപ്പൊ ഇവിടെ ഈ കൃഷിയൊക്കെ നല്ല രീതിയിലൊക്കെ ചെയ്യാൻ തുടങ്ങിയ പിന്നെ അതിൽ നിന്ന് ചുറ്റുമുള്ളവർക്ക് ഒരു പ്രേരണ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ കൂടുതൽ കൃഷി ചെയ്യാനും ഒക്കെ? എല്ലാവർക്കും കൊടുക്കാറുണ്ട്. നമ്മൾ അങ്ങനെ വരുമ്പോഴൊക്കെ ഓരോ കിറ്റ് കൊടുക്കും. അവർക്ക് കൃഷി ചെയ്യാനുള്ളൊരു ഇതുണ്ട്, പ്രൊവക്കേഷൻ വന്നിട്ടുണ്ട്. അങ്ങനെയാണല്ലോ ഒരാൾ നല്ലപോലെ. അതന്നെ, അപ്പൊ അവരൊക്കെ വന്ന് നോക്കും. ഈ റെയിൻ ഷെൽട്ടറിന്റെ കാര്യം ചോദിച്ചു മനസ്സിലാക്കും. പിന്നെ വിത്തും ഒക്കെ കൊടുക്കണം മാഡം. ആവശ്യക്കാർ നല്ല വിത്തൊക്കെ എടുത്ത് വെച്ചിട്ട് ആവശ്യക്കാർ കൊടുക്കണം. പിന്നെ ഇവിടെ കൃഷി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നല്ല സഹകരണമാണ്. കൃഷി ഓഫീസറും എല്ലാം നല്ല ഹെൽപ്പ് ചെയ്യും. എല്ലാ കാര്യങ്ങളും വന്ന് പറഞ്ഞു തരും. നല്ല ഹെൽപ്പ് ഉണ്ട്. ഇനി നമുക്ക് അടുത്ത ഐറ്റം കാണാം. ഓക്കെ. എന്ത് മീനാണ് മാഡം ഇട്ടിരിക്കണേ? എന്ത് ഗപ്പി, ഫിലോപ്പിയ, അങ്ങനെയൊക്കെ ഗോൾഡ് ഫിഷ്. ഈ കുളത്തിന് എത്ര താഴ്ചയുണ്ട്? 12 അടി. 12 അടി താഴ്ചയുണ്ട്. വേനൽക്കാലത്ത് വെള്ളം ഉണ്ടാവും? വേനൽക്കാലത്ത് ഇതിനേലും ഒരടിയെ താഴെ പോയിട്ട്. ഒരടിയെ താഴെ ഇത്രയും വെള്ളം. അത്ര വെള്ളം. ഈ ഒരു സ്റ്റെപ്പും കൂടെ. അപ്പൊ ഊറ്റുണ്ട്, നല്ല കുറവുണ്ട്. ഇവിടെ വെള്ളം നല്ല സുലഭമായിട്ട് കിട്ടുന്ന സ്ഥലം. നമ്മൾ ഈ കൃഷി നനയ്ക്കാനുള്ള വെള്ളം ഈ കുളത്തിൽ നിന്നും പിന്നെ കുറച്ച് അവിടത്തേക്ക് കണക്ട് ചെയ്യുന്നു. വേനൽക്കാലത്ത് സുലഭമായിട്ട് വെള്ളമുണ്ട്. ഇതിനേലും ഒരടി താഴെ പോകും. 12 അടി താഴ്ചയുണ്ട്. 10 അടി വെള്ളം ഉണ്ടാവും. 10 അടി വെള്ളം വേനൽക്കാലത്തും ഉണ്ട്. അല്ല, വെള്ളം ഒരു പ്രധാന കാര്യമാണ്. നമ്മളൊരു വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്നുള്ള ഈ കുളം ഉണ്ടാക്കിയതാണ്. ഈ സ്ഥലം നമ്മുടെ വീടുമ്പോ പെയ്യുന്ന വെള്ളമൊക്കെ അന്തിമമായിട്ട് ഇതിൽ വരും, കുഴലിട്ട് കൊടുത്തിട്ടുണ്ട്. മാഡത്തിന് ഇവിടെ നല്ലൊരു ആയുർവേദ മരുന്ന് തോട്ടമുണ്ട് കേട്ടു. തോട്ടമായിട്ടില്ല, അങ്ങനെ വെച്ച് 125 വെറൈറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കേരള ആയുർവേദ ഫാർമസി കോയമ്പത്തൂർ, പിന്നെ അഹല്യ ഫൗണ്ടേഷൻ അവര് തന്നതാണ്. അവര് ഫ്രീ ആയിട്ട് തന്നു. അതെ, ചെറിയ എല്ലാം തുളസി, അങ്ങനെ ദർഭ അതൊക്കെ പിടിച്ചിട്ടുണ്ട്. അതൊക്കെ വന്നിട്ടുണ്ട്. മറ്റേതൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അതെ, ഇനിയിപ്പോ അത് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് പേരൊക്കെ വെക്കണം. അതങ്ങനെ ആവുന്നേ ഉള്ളൂ. ആയിട്ടില്ല. അതെ, അപ്പൊ അതിന്റെ കാറ്റ് കൊണ്ടാകും നമുക്ക്. അത് പിന്നെ ഇതല്ല, കുട്ടികൾക്ക് ഈ ചെടികളെ കുറിച്ചൊക്കെ ഒരു അറിവുണ്ടാവാൻ. അതെ അതെ അതെ. അല്ലെങ്കിൽ ഇത്രയൊക്കെ ഇനങ്ങളുള്ള സ്ഥിതിക്ക് ചിലപ്പോ അവരൊക്കെ ഇതിന്റെ പേര് കേട്ടിട്ടുള്ളതാണ്. ആയുർവേദ തോട്ടങ്ങൾ നല്ലത് വളരെ കുറവാണ്. അതന്നെ. അങ്ങനെ ഒരു ഇത് അതിനുവേണ്ടി ഇപ്പൊ പിടിച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ വലുതായിട്ട് പേരൊക്കെ എഴുതി വെക്കും.
മാഡം ഈ കല്ല് മുറ്റത്ത് കല്ല് പാകിയിരിക്കുന്നത് അകത്തി പാകിയിട്ട് ഇടയ്ക്ക് പുല്ല് വെച്ചിരിക്കുകയാണല്ലോ. അതെ, അതെന്താണെന്ന് വെച്ചാല് നമ്മൾ ഈ മഴ പെയ്യണ വെള്ളം നമ്മൾ വേറെ ടൈൽസോ അങ്ങനെ വല്ലതൊക്കെ ഇട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് വെള്ളം താഴാതെ എല്ലാം ഒലിച്ചു പോകും. അപ്പൊ ഇത് നമ്മൾ ഗ്രൗണ്ട് വാട്ടർ ആയി പോണം വെള്ളം അവിടെ തന്നെ ഉറവ് അതിന് വേണ്ടിട്ട് ആ വെള്ളം ഒന്നും ഒട്ടും പോവില്ല ഈ ഇടയ്ക്കൂടി കീഴ്പോട്ടേക്ക്. അപ്പൊ ഭൂമിയില് വെള്ളം ശരിക്കും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ. അപ്പൊ ചുറ്റുമുള്ള ചെടികൾക്കും ഒക്കെ അത് പ്രയോജനപ്രദമായിട്ട് ഒരു ദീപസ്തംഭമൊക്കെ വെച്ചിട്ടുണ്ട്. അത് കൽവിളക്ക്. അത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതിങ്ങനെ ഫംഗ്ഷൻസിനൊക്കെ കത്തിക്കും. ഈ റോസൊക്കെ നട്ടിട്ട് ഇപ്പൊ എത്ര നാളായിട്ടുണ്ട്? കുറച്ച് നാളെ ആയിട്ടുള്ളൂ. റോസൊക്കെ ഇപ്പൊ ഒരു 6 മാസമായിട്ടുള്ളൂ. 6 റോസ് മാത്രം ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു. ആ താഴെയുള്ളത് ചട്ടിയിലുള്ളത്. പിന്നെ ഇപ്പൊ സാറിന് ഈ വീട്ടിൽ വന്നതിന് ശേഷം ചെടികളോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. അപ്പൊ പുള്ളി പോകുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ അവിടെ നിന്നൊക്കെ കാണുമ്പോഴൊക്കെ വാങ്ങിക്കൊണ്ടുവരും. പക്ഷെ ഒരു കുഴപ്പമുള്ളൂ, ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവും മാത്രം. ഒരേ ചെടി തന്നെ പിന്നെയും വാങ്ങും. പിന്നെ ഈ പപ്പായൊക്കെ നല്ല കായ്ച്ചു. റെഡ് ലേഡി ഒക്കെ കായ്ച്ചിട്ടുണ്ട്. അത് കായ്ച്ചു കിടക്കും. നല്ല ടേസ്റ്റിയാണ്. നല്ല മധുരമുള്ള നല്ല മധുരമുണ്ട്. അവിടെ ഈ പൊക്കം കുറഞ്ഞ വാഴകൾ ഈ കൊലച്ച് കിടക്കുന്നത് അത് എന്തെല്ലാം വാഴയാണ്? റോബസ്റ്റയാണ് അല്ലേ? എല്ലാം നല്ല കൊലകളാണ്. ഇത് എത്ര മാസമാകുമ്പോ കൊലിക്കും? ഇതിപ്പോ നമ്മൾ വന്ന് 10 മാസമായപ്പോ കൊലച്ചു. 10 മാസമായപ്പോ. ഇതാണോ മാഡം പറഞ്ഞത് നല്ല മധുരം നല്ല ടേസ്റ്റുള്ള എല്ലാവരും ഭയങ്കരമായിട്ട് ഡോക്ടറുടെ അവിടെ ഒക്കെ കൊടുത്തപ്പോഴേ അവരൊക്കെ പറയും ഇത്രയും ടേസ്റ്റ്. ഞാൻ എല്ലാവർക്കും കൊടുക്കും, നല്ല ഫ്രണ്ട്സിനൊക്കെ കൊടുക്കും, പിന്നെ ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കും. നമ്മുടെ അല്ലാണ്ട് നമ്മൾ കൊടുത്താലൊന്നും പൈസ കിട്ടില്ല. എല്ലാവർക്കും ഇങ്ങനെ ഫ്രണ്ട്സിനും ഒക്കെ കൊടുക്കും. അവിടെ ഉണ്ട്. പിന്നെ അവിടെ അതാ മാങ്ങ ഇഞ്ചി, അതാ മാങ്ങ ഇഞ്ചി. ഇവിടെ മഞ്ഞള്, പിന്നെ അപ്പുറത്തെ ഇഞ്ചി, കപ്പ. ഈ കപ്പ ഒരുപാടുണ്ടല്ലോ. പേരൊന്നും എനിക്കറിയില്ല. 3 തരം കപ്പയുണ്ട്. ഒരെണ്ണം നമ്മളെ കായംകുളത്തുനിന്ന് കൊടുക്കുന്നത്, സിസ്റ്ററിലോടെ. ഒരെണ്ണം ഇവിടെ നമ്മൾ അടുത്തുള്ള അയാൾ തന്നു. ഇതിനൊക്കെ പൊതുവെ എന്തെന്നാ വളമിടുന്നത്? വളം ചാണകം, ഉണക്കിയ ചാണകപ്പൊടി ഇടുന്നുണ്ട്. പശു ഇല്ലല്ലോ. അതെ. അതാ വാഴയുണ്ട് അവിടെ. വേറെ തരം കൊലകൾ ഉണ്ടായിട്ടുണ്ട്. മൈസൂർ പൂവനും, ചെങ്കദളി, സോമ. പിന്നെ അവിടെ നമ്മൾ ഇതൊക്കെ വെച്ചിട്ടുണ്ട്, കടുപ്പാവൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെന്ത് മരമാ മാഡം? ഇതാണ് ലക്ഷ്മി തരു. അല്ലേ? അത് ശരി. പിന്നെ പേരയ്ക്ക് ഡിഫറെന്റ് വെറൈറ്റി. പപ്പായ ഉണ്ട്. അത് റെഡ് ലേഡിയാണ്. പിന്നെ മാവ് 4-5 തരം മാവ് വെച്ചിട്ടുണ്ട്. ഞാൻ പിടിച്ചിട്ടുണ്ട്. പൊക്കം കൂടിയ വാഴ എന്ത് വാഴയാണ്? അത് ചെറുപ്പം തന്നെ ആണോ? മാഡത്തിന്റെ മക്കള് രണ്ടും അകലാണെങ്കിൽ അവരുടെയൊക്കെ ഫുൾ സപ്പോർട്ട് ഇതിനുണ്ട് അല്ലേ? പിന്നെ അവര് നല്ലോണം നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. മോൻ പ്രാവശ്യം വന്നിട്ട് പറഞ്ഞു, അമ്മ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്, ഞാൻ അത്ര എക്സ്പെക്ട് ചെയ്തില്ല. അപ്പൊ അതൊക്കെ അമ്മയുടെ ഇതാണല്ലോ എന്ന് പറഞ്ഞ അവൻ എന്നെ ഒരുപാട് കൺഗ്രാജുലേറ്റ്. വ്യത്യാസം വന്നിട്ടുണ്ട്, മാഡത്തിലും വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതിലൊക്കെ ഇൻവോൾവ് ആയപ്പോൾ നല്ല വ്യത്യാസം. അല്ല, അവര് എന്നെ എപ്പോഴും അവരിങ്ങനെ എന്താ പറയാ, നമുക്ക് പ്രചോദനം തരുന്നുണ്ട് നല്ലോണം. എന്തായാലും വളരെ അഭിനന്ദനീയമായ ഒരു വർക്ക്, നല്ല ഒരു തോട്ടം. മാഡത്തിനും അജയൻ സാറിനും കൈരളി ടിവിയുടെ അകം നിറഞ്ഞ അഭിനന്ദനം. പല പല തിരക്കുകൾക്കിടയിലും ഇതിനൊക്കെ സമയം കിട്ടുന്ന അവരുടെ മാനസികാവസ്ഥ മറ്റു പലർക്കും ഒരു പ്രചോദനമാവും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ എപ്പിസോഡ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. നമുക്ക് ഭക്ഷണം കഴിക്കാം. പച്ചക്കറിയൊക്കെ നമ്മുടെ പച്ചക്കറിയാണോ? പച്ചക്കറിയൊക്കെ നമ്മുടെ, ചിക്കൻ മാത്രമാണ് അത് മാത്രമേ ഇല്ല. ബാക്കി പച്ചക്കറിയൊക്കെ ഇവിടെ തന്നെ. ഇതൊക്കെ പറിച്ചതിന്റെ ബാക്കി കുറച്ചുണ്ട്. ഇന്ന് പറിച്ചതാണ് ഇതൊക്കെ. പാഷൻ ഫ്രൂട്ട് ഉണ്ട്, പാവയ്ക്ക, വെണ്ടയ്ക്ക പക്ഷെ കഴിഞ്ഞു തുടങ്ങി. പാവയ്ക്ക നിറയെ ഉണ്ടായി. ചുമന്ന വെണ്ടയ്ക്ക. പിന്നെ ഈ മുളക് നിറയെ ഉണ്ടായി. പാഷൻ ഫ്രൂട്ട് സാർ പറഞ്ഞു. അതന്നെ. ഇത് കണ്ടോ ടൊമാറ്റോ? നല്ല
ഇത് ഈ മുളക് കണ്ടില്ലേ സാർ, നിറയെ ഉണ്ടായി. ഇത് നല്ല എരിവുള്ള മുളക്. നല്ല എരിവുള്ള മുളക്. ഇത് നമ്മുടെ സാധാരണ. സാധാരണ അതുണ്ട്. ഒരുവിധ പയറുണ്ട്. ആവശ്യമുള്ള സാധനം എല്ലാം. മറ്റേ സവോളയും ഞാൻ പറഞ്ഞില്ലേ, സവോളയും ഉരുളക്കിഴങ്ങ് മാത്രമേ ഇല്ലാത്തുള്ളൂ. ബാക്കി എല്ലാതും ഉണ്ട്. ഞാൻ പച്ചക്കറി വാങ്ങാറില്ല. പിന്നെ ഇപ്പൊ ചേനയുണ്ട്, ചേമ്പ്. ഒരുപാട് വ്യത്യാസം വരും വേണം. മറ്റേത് നമ്മൾ ദിവസവും ഇങ്ങനെ വിഷം കുത്തി ചെറിയ അളവിലാണ്. അപ്പൊ അത് ഒഴിവാകുമ്പോൾ പിന്നെ ഞാൻ പ്യൂർ വെജിറ്റേറിയൻ ആണല്ലോ. അപ്പൊ എനിക്ക് നമുക്ക് ഭക്ഷണം കഴിക്കാൻ, ഉള്ള ഭക്ഷണം കഴിക്കാം. അജയൻ സാർ രാവിലെ പോയിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോലും വരാൻ പറ്റിയില്ല. വരാറില്ല ഇപ്പൊ. ഫാം ഹൗസിൽ വന്നതിന് ശേഷം. അത് വന്നതിന് ശേഷം ഈ തിരക്കിനിടയിലും പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സമയം കണ്ടെത്തുകയും ചെയ്യുകയും ചെയ്യുന്നുണ്ടല്ലോ. അത് തന്നെ വളരെ വളരെ ശ്ലാഘനീയമാണ്. എനിക്ക് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ടില്ല. എന്താ വെച്ചാൽ ഫുള്ളായിട്ട് എനിക്ക് അതിലിങ്ങനെ ഇതായിട്ടില്ല. പിന്നെ അത് വികസിച്ച് വരും വേണം. ഒരു വർഷമല്ലേ ആയുള്ളൂ. ഒരു 2 വർഷം. ഒരു വീനിങ് പീരീഡ് ആണ് ഇപ്പോൾ. അതെ അതെ, 2 വർഷം കൂടി ആകുമ്പോഴേക്കും ഈ മരങ്ങളുടെ തൈകൾ ഒരുപാട് അതൊക്കെ ഒന്ന് വലുതായി. അപ്പോഴാണ് നമുക്കൊരു സംതൃപ്തി. അതെല്ലാം കാഫലത്തിലോട്ട് കടക്കും. കൃഷിയിലും ഒക്കെ മാഡം ഒന്നും കൂടി മേജറാവും. അപ്പോൾ ഏതായാലും വളരെ നല്ല ഒരു തോട്ടം ടിവിയുടെ എല്ലാം. സാറിനോടും പ്രത്യേകം. ഈ കൃഷിത്തോട്ടത്തെ പറ്റിയും ഇവിടുത്തെ കൃഷികളെ പറ്റിയുമുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ മേൽവിലാസം ഭൂമിഗീതം, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. ഭൂമിഗീതത്തിൻ്റെ ഈ ഉപാഖ്യാനം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും കാണാം. നന്ദി.